무시라고, 김태형 무시라고, സോഗ്ജിന, അതൊരു വലിയ കാര്യമല്ല. ഡാൻസ് ചെയ്യുമ്പോൾ ചുവടൊന്ന് തെറ്റിന്ന് കരുതി സങ്കടപ്പെടേണ്ടതില്ല. അടുത്ത തവണ ആ ഭാഗം തെറ്റിക്കാതെ ചെയ്താൽ മതിയാകും. ഉഷാറായിട്ടിരിക്കൂ. നംജൂണ, അതൊരു വലിയ കാര്യമല്ല. നീ ഫ്ലൈങ് കിസ് കൊടുത്ത ശേഷം അതോർത്ത് പരിഭ്രമിക്കേണ്ട. നിന്റെ ആ ഒരു ചുംബനം കാരണം കോടിക്കണക്കിന് ആർമീസിന്റെ ഹൃദയമിടിപ്പാണ് കൂടുന്നത്. നീ അത് തുടരുക. യോങ്കിയ, അതൊരു വലിയ കാര്യമല്ല. അടുത്ത ജന്മത്തില് നിനക്കൊരു കല്ലായി ജനിക്കാനല്ലേ ആഗ്രഹം? പേടിക്കണ്ട, ആ കല്ല് ഞാൻ എപ്പോഴും എന്റെ കൂടെ തന്നെ കരുതും. എന്നിട്ട് നിന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകും. ഹോസുക, അതൊരു വലിയ കാര്യമല്ല. സ്റ്റേജിൽ ആരെങ്കിലും തെറ്റു വരുത്തുമ്പോൾ എപ്പോഴും ഗൗരവമുള്ള ഭാവം കാണിക്കരുത്. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അവരെ നോക്കൂ. ജിമിന, അതൊരു വലിയ കാര്യമല്ല. ഡയറ്റിനെ കുറിച്ചോ സ്റ്റേജിലെ ചെറിയ പിഴവുകളെ കുറിച്ചോ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നീ സ്റ്റേജിൽ എന്ത് ചെയ്താലും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തി അത് നീ തന്നെയാണ്. ജങ്കുക, അതൊരു വലിയ കാര്യമല്ല. നീ നിന്റെ ചേട്ടന്മാരെ ഉപദ്രവിക്കാനും കളിയാക്കാനും വേണ്ടി എക്സസൈസ് ചെയ്യുന്നത് നിർത്തണം. മാഗ്നെ എന്ന നിലയിൽ നീ എത്രത്തോളം കൊഞ്ചുന്നുവോ അത്രത്തോളം തന്നെ നീ ക്യൂട്ടായിരിക്കും. ഈ BTSനോട് പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്നേഹവും കരുതലും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെയും കുറവുകളെയും ആകുലതകളെയും തമാശ കലർന്ന രീതിയിൽ പോസിറ്റീവായി കാണാനാണ് വി എന്നും ശ്രമിച്ചിട്ടുള്ളത്. വി ഈ വാക്കുകൾ അവസാനിപ്പിച്ചത് ഒരുപക്ഷെ ഒരു പുഞ്ചിരിയോടെ ആയിരിക്കാം. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ ഒരു സന്ദേശം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെയേ ആവാം. നമ്മളെ 7 പേരും 7 വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവരല്ല, മറിച്ച് ഒരേ ഹൃദയമിടിപ്പുമായി ഒരേ പാതയിൽ നടക്കുന്നവരാണ്. വിജയങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ വീഴ്ചകളിലും തളർച്ചയിലും തമാശകളിലും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന, നിങ്ങളെ നിങ്ങളായി തന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരനായി ഞാൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമേ അല്ല, കാരണം നമ്മൾ ഒന്നിച്ചാണല്ലോ.